നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലോ കാർബ് ഡയറ്റ് രീതി ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 5 വർഷത്തോളമായി. എനിക്കതുകൊണ്ട് നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. നാട്ടിലെത്തിയാലോ അല്ലെങ്കിൽ ഇവിടുന്ന് ഒക്കേഷനിലോ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് ഡയറ്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എനിക്ക് നല്ലതല്ലാത്ത അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതശൈലി അസുഖങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എന്തുകൊണ്ടും ഈ ഒരു ഡയറ്റ് രീതി ഫോളോ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ റമദാനിലും ലോ കാർബ് രീതി തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഈ രീതി സിമ്പിളാണ്, അതോടൊപ്പം എളുപ്പവുമാണ്. ശരീരത്തിന് ഉന്മേഷവും കരുത്തും മനസ്സിന് സമാധാനവും ഈ ഡയറ്റിലൂടെ കിട്ടും. പാചകത്തിൻ്റെ കാര്യവും അതിനേക്കാൾ എളുപ്പമാണ്. സാധനങ്ങൾ ഒപ്പിച്ചെടുക്കാനും എളുപ്പം. നമ്മുടെ പോക്കറ്റിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഗൾഫുകാർക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ചെറിയൊരു അടുക്കളയും ഫ്രിഡ്ജും ഉണ്ടെങ്കിൽ കൂടി കാര്യങ്ങൾ നടക്കും. ഇവിടെ ഷോർട്ട് കട്ട് കൂടുതൽ കിട്ടുന്നു. ഈ വീഡിയോയിൽ ഞാൻ റമദാനിൽ പിന്തുടരുന്ന ഭക്ഷണ രീതിയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ ലോ കാർബിൽ നോമ്പുതുറ ഒരു മഹാസംഭവമല്ല. ചുരുങ്ങിയ മെനു കൊണ്ട് ശരീരത്തിനും മനസ്സിനും എളുപ്പം നൽകുന്നു. ലോ കാർബ് രീതിയിൽ പ്രാധാന്യം തന്നെ വിശക്കുമ്പോൾ കഴിക്കുക, വിശപ്പ് മാറിയാൽ നിർത്തുക എന്നാണ്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. നോമ്പ് തുറക്കാൻ വേണ്ടി ഞാൻ ആദ്യം സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെ ജ്യൂസും പിന്നെ ഫ്രൂട്ട്സ് ശരിയാക്കി വെക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലാസ്റ്റ് ഷെയർ ചെയ്ത അതേ ചീരപ്പക്കോടയാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടി വെള്ളം, ഈത്തപ്പഴം, പിന്നെ ചെറുതായിട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഈ 2 കഷ്ണം ആപ്പിളും ഓറഞ്ചും. പിന്നെ ഞാൻ അവക്കാഡോ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൊരിച്ച് വെച്ച പക്കോടയും പിന്നെ 3 സമൂസയുണ്ട്. നമ്മുടെ അയൽവാസിക്ക് വേണ്ടിയിട്ട് പൊരിച്ചതിൽ ബാക്കിയുള്ള 3 സമൂസയാണ്. പിന്നെ കട്ടൻ ചായയും റെഡി ആയിട്ടുണ്ട്. നോമ്പ് തുറക്ക് ശേഷം കുറച്ച് വിശ്രമിക്കും. പിന്നെ തറാവീഹിന് പോയി വന്ന ശേഷം 9:30 ആകുമ്പോൾ വിശപ്പുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്നാക്സും ജ്യൂസൊക്കെ കഴിക്കും. ശേഷം അൻവർക്ക് ഡ്യൂട്ടിക്ക് പോകും. റമദാനിൽ ഡ്യൂട്ടി ടൈം ആകെ മാറും. അതോടൊപ്പം നമ്മളെ ജീവിതക്രമവും മാറും. തറാവീഹ് കഴിഞ്ഞ് വന്ന ശേഷം ബാക്കി വന്ന ജ്യൂസും സ്നാക്കും കഴിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. എന്തെങ്കിലും സാധനം വാങ്ങാനുണ്ടെങ്കിൽ ഞാൻ ഈ സമയത്ത് ലുലുവിലും ധനൂപിലൊക്കെ പോയിട്ട് വാങ്ങും. ശേഷം അത്താഴം പാകം ചെയ്യും. ഇന്നത്തെ അത്താഴത്തിന് വേണ്ടി ഉണ്ടാക്കിയത് ക്യാബേജ് ഉപ്പേരിയായിരുന്നു. പിന്നീടുള്ള സമയങ്ങളിൽ നമുക്കാവശ്യമായിട്ടുള്ള വെള്ളം കഴിക്കുന്നതിലേക്ക് കട്ടൻ ചായ, നാരങ്ങ വെള്ളം, പച്ചവെള്ളം എന്നിവയൊക്കെ അങ്ങനെ കഴിക്കും. എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പിന്നെ റൂമിൽ കുറച്ച് നേരം TV കാണും. മതപ്രഭാഷണം, ന്യൂസ് എന്നിവ കണ്ടിരിക്കും. 4 മണി കഴിയുമ്പോൾ തഹജ്ജുദ് നിസ്കരിക്കും. സഹൂറിന് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച കേബേജ് ഉപ്പേരിയോട് കൂടിയിട്ട് നാട്ടിൽ നിന്നും സാബിത്ത കൊടുത്തയച്ച ബീഫുമാണ് കുട്ടി കഴിച്ചത്. പിന്നെ ബട്ടർ കോഫിയാണ്. പാലും ബട്ടറും ഞാൻ തണുപ്പ് പോകാൻ വേണ്ടി വെച്ചിരുന്നു. അതിലേക്കൊരു പകുതി വെള്ളം ഒഴിച്ചിട്ട് കാപ്പി ഇട്ട് കൊടുത്തിട്ട് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ വിശപ്പിനനുസരിച്ച് കഴിക്കും. ശേഷം സുബഹി, പിന്നെ ഉറക്കം. ഇവിടെ പ്രധാന ഉറക്കം സുബഹി മുതൽ വേറെ വരെയുള്ള സമയത്താണ്. എന്ത് തോന്നുന്നു എൻ്റെ മെനു കേട്ടിട്ട്? എളുപ്പമല്ലേ? വീട്ടിലെ എല്ലാവരും ലോ കാർബാണെങ്കിൽ എളുപ്പമാണ്. നാട്ടിലങ്ങനെയല്ല. അത് തന്നെയാണ് ആളുകളുടെ പ്രശ്നവും. കാർബ് ഫുഡ് ഉണ്ടാക്കുകയും വേണം, അത് മാറ്റി വെച്ച് ലോ കാർബ് കഴിക്കുകയും വേണം. സഹതീറ്റക്കാരിൽ ഇത് പിന്തുടരുന്നവർക്കുള്ള സപ്പോർട്ട് കുറവാണ്. ഒരാളെയും രക്ഷപ്പെടാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ലോ കാർബ് തുടങ്ങുമ്പോൾ ആദ്യം മെനു, പിന്നെ പഠനം എന്നത് ഒഴിവാക്കിയിട്ട് ആദ്യം പഠനം, പിന്നെ ഭക്ഷണ രീതി എന്നിവയിലേക്ക് മാറുക. കൂടുതൽ അറിയാൻ LCHFmalayalam.com വെബ്സൈറ്റ് സന്ദർശിക്കുക.